പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. ദൈവ വചന വായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ നമ്മൾ നടത്തിയ യാത്രയുടെ അവസാനത്തെ ദിനത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള ദിവസത്തിലാണ് നമ്മൾ. ഇനി ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നമ്മൾ ബൈബിൾ വായന ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നു. ഇന്ന് 364-ാമത്തെ ദിവസം. ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ: വെളിപാട് പുസ്തകം അധ്യായങ്ങൾ 18 മുതൽ 20 വരെ, എബ്രായ ലേഖനം അധ്യായങ്ങൾ 9-ഉം 10-ഉം, സുഭാഷിതങ്ങൾ അധ്യായം 31 വാക്യങ്ങൾ 26 മുതൽ 29 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. വെളിപാട് അധ്യായം 18. ബാബിലോണിൻ്റെ പതനം. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും സകല അശുദ്ധാരൂപികളുടെയും പക്ഷികളുടെയും അശുദ്ധവും ഭീഭത്സവുമായ സകല മൃഗങ്ങളുടെയും താവളവുമായി. എന്തെന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവളുടെ സുഖഭോഗ വസ്തുക്കൾ വഴി ഭൂമിയിലെ വ്യാപാരികൾ ധനികരായി. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ ജനമേ, അവരുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകാതിരിക്കാനും അവരുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടാതിരിക്കാനും അവളിൽ നിന്ന് ഓടിയകലുവിൻ. എന്തെന്നാൽ അവരുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ദൈവം അവരുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്ത പോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. അവരുടെ പ്രവൃത്തികൾക്ക് തക്കവിധം ഇരട്ടിയായി നൽകുവിൻ. അവൾ കലർത്തിത്തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടിയായി കലർത്തി കൊടുക്കുവിൻ. അവൾ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും വിലാപവും അവൾക്ക് നൽകുവിൻ. എന്തെന്നാൽ അവൾ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ വിധവയല്ല, ഞാൻ വിലാപമൊരിക്കലും കാണുകയുമില്ല. തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരികൾ വരും. മരണവും വിലാപവും ക്ഷാമവും. അഗ്നിയിൽ അവൾ ദഹിപ്പിക്കപ്പെടും. അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ്. ബാബിലോണിനെക്കുറിച്ച് വിലപിക്കുന്നു. അവളുമായി വ്യഭിചാരം ചെയ്യുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തിയിരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും. അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും, കഷ്ടം, കഷ്ടം, മഹാനഗരമേ, സുശക്ത നഗരമായ ബാബിലോൺ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ വിധി വന്നു കഴിഞ്ഞു. ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവരുടെ കച്ചവട സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ, മുത്തുകൾ, മൃദുല വസ്ത്രം, ധൂമ്ര വസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധമുള്ള പലതരം തടികൾ, ദന്തനിർമ്മിതമായ പലതരം വസ്തുക്കൾ, വിലയേറിയ തടി, പിത്തള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ, കറുവാപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേർത്ത മാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ, അടിമകൾ, മനുഷ്യാത്മാക്കൾ. നിന്റെ ആത്മാഭിലാഷത്തിൻ്റെ കനി നിന്നിൽ നിന്ന് അകന്നുപോയി. ആഡംബരവും ശോഭയുമെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു. അവയൊന്നും ഇനി ഒരിക്കലും അവർ കാണുകയില്ല. അവൾ നിമിത്തം ധനികരായിത്തീർന്ന ഈ വ്യാപാരികൾ അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയത്താൽ കരഞ്ഞും വിലപിച്ചും അകലെ നിൽക്കും. മൃദുല വസ്ത്രവും ധൂമ്ര വസ്ത്രവും രക്താംബരവും ധരിച്ചതും സ്വർണവും വിലയേറിയ കല്ലുകളും മുത്തുകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായ മഹാനഗരമേ, കഷ്ടം, കഷ്ടം. എന്തെന്നാൽ 1 മണിക്കൂർ കൊണ്ട് ആ സമ്പത്ത് മുഴുവനും ശൂന്യമാക്കപ്പെട്ടു. സകല കപ്പിത്താന്മാരും കപ്പൽ യാത്രക്കാരും നാവികരും കടൽ വ്യാപാരികളും അകലെ നിന്നു. അവൾ കത്തിയിരിയുന്ന പുക കണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ മഹാനഗരത്തിന് സദൃശമായി വേറെ എന്തുണ്ട്? അവർ തങ്ങളുടെ തലയിൽ പൊടി വിതറുകയും കരഞ്ഞും വിലപിച്ചും കൊണ്ട് വിളിച്ചു പറയുകയും ചെയ്തു, മഹാനഗരമേ, കഷ്ടം, കഷ്ടം. കടലിൽ കപ്പലുകളുള്ളവരെല്ലാം അവളുടെ സമൃദ്ധി കൊണ്ട് സമ്പന്നരായി. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് അവൾ ശൂന്യയാക്കപ്പെട്ടു. അല്ലയോ സ്വർഗമേ, വിശുദ്ധരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, അവളുടെ നാശത്തിൽ ആഹ്ലാദിക്കുവിൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അവൾക്കെതിരെ വിധി നടത്തിക്കഴിഞ്ഞു. അനന്തരം ശക്തനായ ഒരു ദൂതൻ വലിയ തിരികല്ല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു,
ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും. ഇനിയൊരിക്കലും അവൾ കാണപ്പെടുകയില്ല. കിന്നരം മീട്ടുന്നവരുടെയും ഗായകരുടെയും കുഴലൂത്തുകാരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് കേൾക്കപ്പെടുകയുമില്ല. വിളക്കിൻ്റെ വെളിച്ചം ഇനിയൊരിക്കലും നിന്നിൽ തെളിയുകയില്ല. വധൂവരന്മാരുടെ സ്വരം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ ആഭിചാരം കൊണ്ട് സകല ജനതകളും വഞ്ചിതരായി. പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു. വെളിപാട് അധ്യായം 19. സ്വർഗത്തിൽ വിജയഗീതം. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഉച്ചസ്വരം പോലെ പറയുന്നത് ഞാൻ കേട്ടു, ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേത്. എന്തെന്നാൽ അവിടുത്തെ വിധികൾ സത്യസന്ധവും നീതിയുക്തവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശിയെ അവിടുന്ന് വിധിച്ചു. അവരുടെ കൈകൊണ്ട് ചിന്തിയ തൻ്റെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമതും അവർ പറഞ്ഞു, ഹല്ലേലൂയ! അവളിൽ നിന്ന് പുക എന്നുമെന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 24 ശ്രേഷ്ഠന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ച് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. വിവാഹവിരുന്ന്. സിംഹാസനത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. ദൈവത്തിൻ്റെ ദാസരും അവിടുത്തെ ഭയപ്പെടുന്നവരും ചെറിയവരും വലിയവരുമായ എല്ലാവരും നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവിൻ. വലിയ ജനക്കൂട്ടത്തിൻ്റെയും പെരുവെള്ളത്തിൻ്റെയും ശക്തമായ ഇടിമുഴക്കത്തിൻ്റെയും ശബ്ദം പോലെ എന്തോ ഞാൻ കേട്ടു, ഹല്ലേലൂയ! സർവശക്തനും നമ്മുടെ ദൈവവുമായ കർത്താവ് വാഴുന്നു. നമുക്ക് ആനന്ദിക്കാം, സന്തോഷിച്ചുല്ലസിക്കാം, അവിടുത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിൻ്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു. അവിടുത്തെ മണവാട്ടി സ്വയം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. അവൾക്ക് ധരിക്കാൻ ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം നൽകപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ആ മൃദുല വസ്ത്രം വിശുദ്ധരുടെ നീതിപൂർവകമായ പ്രവൃത്തികളാകുന്നു. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹവിരുന്നിന് വിളിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. അവൻ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാൻ കാൽക്കൽ വീണു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിന്റെയും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാരുടെയും ഒരു സഹദാസനാണ്. നീ ദൈവത്തെ ആരാധിക്കുക. എന്തെന്നാൽ യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ്. ദൈവവചനം. അനന്തരം സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. അവൻ്റെ മിഴികൾ തീനാളം പോലെ. അവൻ്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ ആലേഖനം ചെയ്യപ്പെട്ടൊരു നാമമുണ്ട്. അതവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവൻ വിളിക്കപ്പെടുന്ന നാമം ദൈവവചനമെന്നാണ്. സ്വർഗീയ സൈന്യങ്ങൾ ശുഭ്രവും നിർമ്മലവുമായ മൃദുല വസ്ത്രങ്ങൾ അണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. ജനതകളെ വെട്ടിവീഴ്ത്താൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. ഇരുമ്പ് ദണ്ടുകൊണ്ട് അവൻ അവരെ മേയിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ടൊരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. നിർണായക യുദ്ധം. അനന്തരം സൂര്യനിൽ നിൽക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വരുവിൻ, ദൈവത്തിൻ്റെ മഹാവിരുന്നിന്. രാജാക്കന്മാരുടെ മാംസവും സൈന്യാധിപന്മാരുടെ മാംസവും ശക്തന്മാരുടെ മാംസവും കുതിരകളുടെയും അവയുടെ മേലിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രരും അടിമകളും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും ഭക്ഷിക്കുന്നതിന് ഒന്നിച്ചുകൂടുവിൻ. അപ്പോൾ അശ്വാരൂഢനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഭൂമിയിലെ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചുകൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മൃഗം പിടിക്കപ്പെട്ടു. അതോടൊപ്പം മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിമയെ ആരാധിക്കുകയും ചെയ്തിരുന്നവരെ അതിൻ്റെ മുമ്പാകെ അടയാളങ്ങൾ കാണിച്ച് വഴിതെറ്റിച്ച വ്യാജപ്രവാചകനും. ഇരുവരും ഗന്ധകമെരിയുന്ന അഗ്നിത്തടാകത്തിലേക്ക് ജീവനോടെ എറിയപ്പെട്ടു. ശേഷിച്ചിരുന്നവർ അശ്വാരൂഢൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാളുകൊണ്ട് വധിക്കപ്പെട്ടു. പക്ഷികളെല്ലാം അവരുടെ മാംസം കൊണ്ട് തൃപ്തിയടഞ്ഞു. വെളിപാട് അധ്യായം 20. 1000 വർഷത്തെ ഭരണം. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. അവൻ വ്യാളിയെ, പിശാചും സാത്താനുമായ പുരാതന സർപ്പത്തെ പിടിച്ച് 1000 വർഷത്തേക്ക് ബന്ധിച്ചു. 1000 വർഷം തികയുവോളം
ജനതകളെ വഴിതെറ്റിക്കാതിരിക്കാൻ അവനെ പാതാളത്തിലേക്ക് എറിഞ്ഞ് അടച്ച് അവൻ്റെ മേൽ മുദ്രവെച്ചു. തദനന്തരം അല്പസമയത്തേക്ക് അവനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ സിംഹാസനങ്ങൾ കണ്ടു. അവയിലിരുന്നവർക്ക് വിധികർത്തൃത്വം നൽകപ്പെട്ടിരുന്നു. കൂടാതെ യേശുവിൻ്റെ സാക്ഷ്യത്തെയും ദൈവവചനത്തെയും പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ തങ്ങളുടെ നെറ്റിയിലും കയ്യിലും അതിൻ്റെ അടയാളം സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അവർ ജീവൻ പ്രാപിക്കുകയും 1000 വർഷം ക്രിസ്തുവിനോടുകൂടെ ഭരിക്കുകയും ചെയ്തു. മരിച്ചവരിൽ അവശേഷിച്ചവർ 1000 വർഷം പൂർത്തിയാകുന്നതുവരെ ജീവൻ പ്രാപിച്ചില്ല. ഇതാണ് ഒന്നാമത്തെ ഉയർപ്പ്. ഒന്നാമത്തെ ഉയർപ്പിൽ പങ്കുള്ളവൻ അനുഗ്രഹീതനും പരിശുദ്ധനുമാണ്. ഇവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല. ഇവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും. ഇവർ അവനോടുകൂടെ 1000 വർഷം ഭരിക്കുകയും ചെയ്യും. സാത്താന് ലഭിച്ച ശിക്ഷ. എന്നാൽ 1000 വർഷം പൂർത്തിയാകുമ്പോൾ സാത്താൻ അവൻ്റെ തടവറയിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവൻ പുറത്തു വരും. അവൻ ഗോഗിനെയും മാഗോഗിനെയും യുദ്ധത്തിനൊന്നിച്ചു കൂട്ടും. അവരുടെ സംഖ്യ കടലിലെ മണൽത്തരികൾ പോലെയായിരിക്കും. അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനുമുള്ള ഗന്ധകത്തിൻ്റെ അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ അവൻ രാപകൽ എന്നുമെന്നേക്കും പീഡിപ്പിക്കപ്പെടും. അവസാന വിധി. വെണ്മയേറിയ ഒരു വലിയ സിംഹാസനവും അതിലിരിക്കുന്നവനെയും ഞാൻ കണ്ടു. അവൻ്റെ മുമ്പിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയ്ക്ക് സ്ഥലമേയില്ലാതായി. മരിച്ചവർ വലിയവരും ചെറിയവരും സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവൻ്റേതാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അവരുടെ പ്രവൃത്തികൾക്കനുസൃതം മരിച്ചവർ വിധിക്കപ്പെട്ടു. തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്ന മരിച്ചവരെയും വിട്ടുകൊടുത്തു. ഓരോരുത്തരും താങ്കളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു. മരണവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ മരണം, അഗ്നിത്തടാകം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു. എബ്രായർ അധ്യായം 9. ബലി പഴയതും പുതിയതും. എന്തെന്നാൽ ആദ്യത്തേതിലും ആരാധനാവിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു. ദീപപീഠവും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്ന വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്ന ഒന്നാമത്തെ കൂടാരം സജ്ജീകരിക്കപ്പെട്ടു. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിൽ അതിവിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്ന കൂടാരമുണ്ട്. സ്വർണം കൊണ്ടുള്ള ധൂപപീഠവും എല്ലാ വശങ്ങളും പൊന്നുപൊതിഞ്ഞ ഉടമ്പടി പേടകവും മന്ന സൂക്ഷിച്ചിരുന്ന സ്വർണ്ണകലശവും അഹറോന്റെ തളിർത്ത വടിയും ഉടമ്പടിയുടെ ഫലകങ്ങളും അതിലുണ്ടായിരുന്നു. അതിനു മീതെ കൃപാസനത്തിന്മേൽ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിൻ്റെ കിരൂബുകളുണ്ടായിരുന്നു. അതിപ്പോൾ വിവരിക്കുന്നില്ല. ഇവ ഇപ്രകാരം സജ്ജീകരിച്ച ശേഷം പുരോഹിതർ എല്ലാ കാലത്തും ആദ്യത്തെ കൂടാരത്തിൽ പ്രവേശിച്ച് ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. രണ്ടാമത്തേതിലാകട്ടെ പ്രധാന പുരോഹിതൻ മാത്രം തനിക്കു വേണ്ടിയും ജനത്തിൻ്റെ അജ്ഞതയാലുള്ള തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കുന്ന രക്തവുമായി ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നു. ആദ്യ കൂടാരത്തിന് നിലനിൽപ്പുണ്ടായിരിക്കെ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പാത ഇനിയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. അർപ്പകന്റെ അന്ധകരണം തികവുറ്റതാക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളും അർപ്പിക്കുന്ന നിലവിലുള്ള സമയത്തിൻ്റെ സാദൃശ്യമാണത്. പുതിയ ക്രമത്തിൻ്റെ സമയം നിലവിൽ വരുന്നതുവരെ ഭക്ഷണപാനീയങ്ങൾ, പലവിധ ക്ഷാളനങ്ങൾ, ശാരീരിക വിധികൾ എന്നിവയെപ്പറ്റി മാത്രം ഇവ പ്രതിപാദിക്കുന്നു. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി വന്ന ക്രിസ്തു കൂടുതൽ വലുതും പൂർണ്ണവും ഹസ്തനിർമ്മിതമല്ലാത്തതുമായ, അതായത് ഈ സൃഷ്ടിയുടേതല്ലാത്ത കൂടാരത്തിലൂടെ കോലാടുകളുടെയോ കാളക്കുട്ടികളുടെയോ അല്ലാതെ സ്വന്തം രക്തത്തിലൂടെ നിത്യരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഒരിക്കൽ മാത്രം എന്നേക്കുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചു. കാരണം കോലാടുകളുടെയും കാളക്കുട്ടികളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഇതുകൊണ്ട് വിളിക്കപ്പെട്ടവർ നിത്യാവകാശത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് ആദ്യത്തെ ഉടമ്പടിക്ക് കീഴിലെ ലംഘനങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി നടന്ന മരണത്തിലൂടെ അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടുന്നതിന് അത് എഴുതിയവൻ്റെ മരണം ആവശ്യമായിരിക്കുന്നു.
ഉടമ്പടി സ്ഥിരീകൃതമാകുന്നത് മൃതശരീരങ്ങളിലൂടെയാണ്. കാരണം എഴുതിയവൻ ജീവിച്ചിരിക്കെ അതിനൊരിക്കലും സാധുതയില്ല. അതിനാൽ രക്തം കൂടാതെയല്ല ആദ്യത്തേത് സമാരംഭിച്ചത്. മോശ നിയമപ്രകാരമുള്ള എല്ലാ കൽപ്പനകളും സകല ജനത്തെയും അറിയിച്ച ശേഷം പശുക്കുട്ടികളുടെയും ആടുകളുടെയും രക്തം ജലത്തോട് ചേർത്ത് ചെമന്ന ആട്ടിൻ രോമവും ഹിസോപ്പും കൊണ്ട് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഉടമ്പടിയുടെ രക്തമാണ്. അപ്രകാരം തന്നെ കൂടാരത്തിന്മേലും ശുശ്രൂഷയ്ക്കുള്ള സകല പാത്രങ്ങളിന്മേലും അവൻ രക്തം തളിച്ചു. നിയമപ്രകാരം മിക്കവാറും എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. സ്വർഗത്തിലുള്ളവയുടെ സാദൃശ്യങ്ങൾ ഇവയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്ന പോലെ സ്വർഗീയ കാര്യങ്ങളും ഇവയേക്കാൾ മെച്ചമായ ബലികൾ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഹസ്തനിർമ്മിതവും സാക്ഷാലുള്ളവയുടെ പ്രതിരൂപങ്ങളുമായ ഒരു വിശുദ്ധ സ്ഥലത്തേക്കല്ല, പിന്നെയോ സ്വർഗത്തിലേക്ക് തന്നെയാണ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സന്നിഹിതനാകാൻ ക്രിസ്തു ഇപ്പോൾ പ്രവേശിച്ചത്. പ്രധാന പുരോഹിതൻ തൻ്റേതല്ലാത്ത രക്തത്തോടുകൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്ന പോലെ പല പ്രാവശ്യം തന്നെ സമർപ്പിക്കാനായിരുന്നില്ല അത്. ആയിരുന്നെങ്കിൽ ലോകസ്ഥാപനം മുതൽ കൂടെ അവൻ പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണതയിൽ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപനിർമ്മാർജ്ജനത്തിന് ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷമാക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യർ ഒരിക്കൽ മാത്രം മരിക്കണം, അതിനുശേഷം വിധി. അതുപോലെ ക്രിസ്തുവും അനേകരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ രണ്ടാമതും പാപത്തെ പ്രതിയല്ല, രക്ഷയ്ക്കു വേണ്ടി തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടും. എബ്രായർ അധ്യായം 10. എന്നേക്കുമുള്ള ഏകബലി. വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ് നിയമത്തിനുള്ളത്, വസ്തുതകളുടെ പ്രതിരൂപമല്ല. അതിനാൽ ആണ്ടുതോറും അവർ അനസ്യൂതമർപ്പിക്കുന്ന ബലി വഴി ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അതിനൊരിക്കലും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആരാധകർ ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് പാപബോധമില്ലാത്തവരായി ആ ബലികൾ അർപ്പിക്കപ്പെടുന്നത് നിന്നുപോകുമായിരുന്നില്ലേ? എന്നാൽ അവയിൽ ആണ്ടുതോറും പാപങ്ങളുടെ അനുസ്മരണമാണുള്ളത്. കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അരുൾ ചെയ്യുന്നു: ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു: പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ദൈവമേ, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ അതിൽ സംപ്രീതനാകുകയോ ചെയ്തില്ല എന്ന് നിയമപ്രകാരം അർപ്പിക്കപ്പെട്ട ബലികളെക്കുറിച്ച് മുകളിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു: അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. അവിടുത്തെ ഹിതത്താൽ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അർപ്പണത്തിലൂടെ എന്നേക്കുമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിന്നിരുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ച ശേഷം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. കാരണം വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷ്യം നൽകുന്നു: ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ നൽകും, അവരുടെ മനസ്സിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവരുടെ പാപങ്ങളും ദുഷ്കർമ്മങ്ങളും ഞാൻ ഇനി ഒരിക്കലും ഓർമ്മിക്കുകയില്ല. ഇവയുടെ മോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ഇല്ല. ഉപദേശവും മുന്നറിയിപ്പും. ആകയാൽ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് ആത്മധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന തിരശ്ശീലയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിനുമേൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയം വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും ചെയ്തുകൊണ്ട് ഉറപ്പോടെയും വിശ്വാസത്തിൻ്റെ സത്യഹൃദയത്തോടെയും നമുക്കടുത്ത് ചെല്ലാം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിൽ അചഞ്ചലമായി മുറുകെ പിടിക്കാം. സ്നേഹവും സൽപ്രവൃത്തികളും പ്രോത്സാഹിപ്പിക്കുന്നതിനെപ്പറ്റി നമുക്ക് പരസ്പരം ആലോചിക്കാം. ചിലർ സാധാരണയായി ചെയ്യുന്ന പോലെ നമ്മുടെ സമ്മേളനങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ
നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. സത്യത്തിൻ്റെ ജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ന്യായവിധിയുടെ സംഭീതമായ ഒരു കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങാൻ പോകുന്ന അഗ്നിയുടെ ക്രോധവും. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2 or 3 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. ദൈവപുത്രനെ ചവിട്ടി നടക്കുകയും തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തം പ്രത്യേകതയില്ലാത്തതായി കരുതുകയും കൃപയുടെ ആത്മാവിനെ ദുഷിച്ചു പറയുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്രയധികം കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്നും വീണ്ടും കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ ചെന്ന് വീഴുക എത്ര ഭയാനകമാണ്. നിങ്ങൾ പ്രകാശിതരായ ശേഷം സഹനത്തിൻ്റെ വലിയൊരു സമരത്തിന് വശകരായ മുൻകാലങ്ങൾ ഓർക്കുവിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ അധിക്ഷേപങ്ങൾക്കും പീഡനങ്ങൾക്കും പരസ്യ കാഴ്ചവസ്തുക്കളാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇങ്ങനെ സഹിച്ചവരുടെ കൂട്ടാളികളാകുകയും ചെയ്തു. തടവുകാരോട് നിങ്ങൾ സഹതപിക്കുകയും ഉത്കൃഷ്ടതരവും നിലനിൽക്കുന്നതുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ധനത്തിൻ്റെ ബലമായ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയരുത്. അതിന് വലിയ പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമാണ്. ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വരാനിരിക്കുന്നവൻ വരും, അവൻ താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. നാശത്തിലേക്ക് പിന്മാറുന്നവരുടെയല്ല, വിശ്വാസത്തിലൂടെ ആത്മാവ് കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. സുഭാഷിതങ്ങൾ അധ്യായം 31 വാക്യങ്ങൾ 26 മുതൽ 29 വരെ. ജ്ഞാനത്തിൽ അവൾ തൻ്റെ വായ് തുറക്കുന്നു, കൃപയുടെ അധ്യാപനം അവരുടെ നാവിലുണ്ട്. അവൾ തൻ്റെ കുടുംബ നടപടികളുടെ കാവൽക്കാരിയാണ്. അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. അവളുടെ സന്താനങ്ങൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതിയായി പ്രകീർത്തിക്കുന്നു. അവളുടെ ഭർത്താവാകട്ടെ അവളെ സ്തുതിക്കുന്നു. അനേകം പുത്രിമാർ പ്രാപ്തി തെളിയിച്ചിട്ടുണ്ട്, എന്നാൽ നീ അവരെയെല്ലാം അതിശയിക്കുന്നു. പ്രിയമുള്ളവരെ, 364 ദിവസം അനുഗ്രഹീതമായ യാത്രയുടെ ഒടുവിലത്തെ ദിനങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. നാളെ നമ്മുടെ ഈ യാത്ര താൽക്കാലികമായിട്ടെങ്കിലും അവസാനിക്കുകയും വചന പഠനത്തിൻ്റെ നൂതനമായ വഴികളിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുകയാണ്. ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹീതമായ യാത്രാ സംരക്ഷണത്തിന് നമുക്കൊത്തിരി കർത്താവിനോട് നന്ദി പറയണം. ഈ 364 ദിവസത്തെ ഇതുവരെ നമ്മൾ നടത്തിയ യാത്രയുടെ മുഴുവൻ നന്മകൾക്കും എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും കർത്താവിന് മാത്രം നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. വെളിപാട് പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായം മഹതിയായ ബാബിലോണിൻ്റെ തകർച്ചയെ സൂചിപ്പിക്കുന്ന അധ്യായമാണ്. ബാബിലോണിൻ്റെ പതനമാണ് അതിൻ്റെ പ്രമേയം. ബാബിലോൺ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അതൊരു നഗരത്തെയോ ഒരു രാജ്യത്തെയോ പ്രതിനിധാനം ചെയ്യുന്ന സംജ്ഞയല്ല, മറിച്ച് ക്രിസ്തുവിനെതിരായി നിൽക്കുന്ന എല്ലാ മൂല്യങ്ങളുടെയും ആകത്തുകയെ ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാവുന്ന ഒരു നാമമുണ്ടെങ്കിൽ ആ നാമമാണ് ബാബിലോൺ. അത് വ്യക്തിജീവിതത്തിൽ രൂപപ്പെടാം, സമൂഹങ്ങളിൽ രൂപപ്പെടാം, രാജ്യങ്ങളിൽ രൂപപ്പെടാം. അത് ആഗോള വ്യാപകമായി രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു സംസ്കാരമായി മാറാം. ഇത് എതിർ ക്രിസ്തുവിൻ്റെ അരൂപിയാണ്. ക്രിസ്തുവിന് ചേരാത്ത മൂല്യങ്ങളുടെ ഒരു സമാഗമത്തെ, ഒരു സംഗ്രഹത്തെ, അല്ലെങ്കിൽ അതെല്ലാം കൂടിച്ചേരുന്ന ഒരു വ്യവസ്ഥയെ വിളിക്കാവുന്ന പേരാണ് ബാബിലോൺ. ഈ ബാബിലോൺ നമുക്കിടയിൽ പ്രബലമായിട്ട് ഉണ്ട്. പുതിയ നിയമ ജീവിതത്തിന് നിരക്കാത്ത, ഈ ലോകത്തിൻ്റെ ആനന്ദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രത്യാശയ്ക്ക് പകരം മോഹങ്ങൾ കച്ചവടം നടത്തുന്ന, ഈ ലോകത്തിൽ കുറെ കൂടി അത്യാഗ്രഹികളായി മാറാൻ സഹായിക്കുന്ന ആത്മീയ പ്രഘോഷണങ്ങൾ ഉൾപ്പെടെ ബാബിലോണിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന, വളരെ സൈലൻ്റായി നിശബ്ദമായി വളർന്നു വരുന്ന ഒരു സംസ്കാരത്തെ, ഒരു എതിർ സംസ്കാരത്തെ നമ്മൾ കാണാതെ പോകരുത് എന്ന ഒരു അപേക്ഷ കൂടി ഈ വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. 19-ാമത്തെ അധ്യായം വിവരിക്കുന്നത് സ്വർഗത്തിൽ കേൾക്കുന്ന ആ സ്തുതിഗീതങ്ങളുടെ വിവരണമാണ്. രാജാവായി ക്രിസ്തു വിജയശ്രീലാളിതനായി സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി അവിടുന്ന് വിജയരാജാവായി മാറുകയും ആ രാജാവിൻ്റെ
അന്തിമമായ വാഴ്ചയെ സംബന്ധിക്കുന്ന വിവരണങ്ങൾ 20-ാം അധ്യായത്തിൽ നൽകപ്പെടുകയും ചെയ്യുന്നു. യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ യേശുവിൻ്റെ 2ാം വരവിനോടനുബന്ധമായി സംബന്ധിക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുവായതും വ്യക്തിപരമായതുമായ വിവരണങ്ങളാൽ സമ്പന്നമാണ് ഈ അധ്യായങ്ങൾ. വെളിപാട് പുസ്തകത്തിൻ്റെ വിശദമായ പഠനത്തിൽ നമ്മളതിനെയെല്ലാം ഉൾപ്പെടുത്തുന്നതാണ്. ഇത്തരമൊരു പരിമിതമായ പശ്ചാത്തലത്തിൻ്റെ വിവരണങ്ങളെ മറികടക്കുന്നതാണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ. 1000 വർഷത്തെ ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായ ഒരു 1000 വർഷത്തെയല്ല, മറിച്ച് അത് പ്രതീകാത്മകമായ ഒരു വിവരണമാണ്. ദീർഘമായ വ്യാഖ്യാനങ്ങൾ നമുക്ക് പിന്നീട് നൽകാവുന്നതാണ്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിലെ ബലികളുടെ സ്ഥാനത്ത് നിലവിൽ വന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഭൗമിക വിശുദ്ധ സ്ഥലം, അതുപോലെ തന്നെ സ്വർഗീയ സ്ഥലം, മഹാപുരോഹിതനായ യേശുക്രിസ്തു ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത്, പുതിയ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിച്ച ആനുകൂല്യങ്ങൾ, ഒരിക്കൽ മാത്രമായി എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ ഏകബലിയുടെ ആ അനന്യത, അതുപോലെ തന്നെ പഴയ നിയമ ഉടമ്പടികളുടെ അപര്യാപ്തതകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വിവരിച്ചതിന് ശേഷം വളരെ ശ്രദ്ധേയമായൊരു കാര്യം ഈ ലേഖനകർത്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ക്രിസ്തു തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയത് സമ്പൂർണമായ അനുസരണത്തിലൂടെയാണ്. പഴയ നിയമ ബലികളുടെ എല്ലാം സ്ഥാനത്ത് പുതിയ നിയമത്തിൽ നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ അനുസരണമാണ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇപ്രകാരം ഒരു ഓർമ്മപ്പെടുത്തലുള്ളത്: അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് അനുസരണം പുലർത്താൻ കഴിയുന്നത് ഒരു ചെറിയ സുഹൃതമായി നമ്മളാരും കാണരുത്. അനുസരണം പിശാചിൻ്റെ തലയെ തകർക്കാൻ ദൈവം ഉപയോഗിച്ച ദൈവിക മാർഗമാണ്. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ചത് അവൻ മരണം വരെ, കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി എന്നാണ്. ജീവിതത്തിൽ ആരെങ്കിലും എളിമ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് മുമ്പിലെ ഏറ്റവും സുതാര്യമായ, ഏറ്റവും സുഗമമായ മാർഗം അനുസരണം അഭ്യസിക്കുക എന്നതാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഈശോയിൽ നിന്ന് നൽകപ്പെട്ട ഒരു നിർദ്ദേശമനുസരിച്ച് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുത്തു. മേലധികാരിയോട് എന്തെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി അനുവാദം ചോദിക്കുമ്പോൾ പൊതുവായ ഒരു അനുവാദം ചോദിക്കുന്നതിന് പകരം ആ അനുവാദം ഏത് കാര്യത്തിനാണോ ചോദിക്കുന്നത് ആ കാര്യത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും പറഞ്ഞ് അനുവാദം ചോദിക്കുന്ന ഒരു രീതി വിശുദ്ധ ഫൗസ്റ്റീന അഭ്യസിച്ചതിനെക്കുറിച്ച് അവളുടെ ഡയറിയിൽ ഉണ്ട്. സമ്പൂർണമായ അനുസരണം നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും, നമ്മുടെ എല്ലാ വ്യക്തിപരമായ അവകാശവാദങ്ങളെയും, നമ്മുടെ എല്ലാ ഈഗോയെയും മറ്റൊരാളുടെ മുമ്പിൽ അടിയറവ് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രതി അനുസരണമുള്ളവരായി ജീവിക്കുമ്പോൾ അതാണ് ഏറ്റവും മനോഹരമായ പുതിയ നിയമ ജീവിതം. സാത്താൻ്റെ തല തകർക്കപ്പെടുന്നത് സമ്പൂർണമായ അനുസരണത്തിലാണ്. നിഷേധത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും കലാപത്തിൻ്റെയും കലഹത്തിൻ്റെയും ഒരു അന്തരീക്ഷം ക്രിസ്തുവിന് വിരുദ്ധമായ ഒരു ബാബിലോണിൻ്റെ അരൂപിയെയാണ് നമുക്കിടയിൽ സംജാതമാക്കുന്നത് എന്ന് നമ്മൾ വളരെ അവധാനതയോടെ ഓർമ്മിക്കേണ്ടതുണ്ട്, ധ്യാനിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ സ്വീകരിച്ച നന്മകൾ ആസ്വദിച്ചതിന് ശേഷം വീണ്ടും മനഃപൂർവ്വം പാപത്തിലേക്ക് മടങ്ങിപ്പോയാൽ രക്ഷിക്കാൻ വീണ്ടും ഒരു ബലി അവശേഷിക്കുന്നില്ല എന്ന താക്കീത് എബ്രായ ലേഖനത്തിൽ നൽകപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെയും പാത പിന്തുടർന്ന് സത്യവിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഒരു ആഹ്വാനം കൂടി എബ്രായ ലേഖനം നൽകുകയാണ്. നാളെ നമ്മുടെ വചനവായനയുടെ ഈ വചനവായന പദ്ധതിയുടെ അവസാനത്തെ ദിവസമാണ്. തീർച്ചയായിട്ടും എനിക്ക് ദുഃഖമുണ്ട്, അതുപോലെ തന്നെ സന്തോഷവും ഉണ്ട്. നിരന്തരമായി ഒരു വർഷം നിങ്ങളോടൊപ്പം തിരുവചനത്തെ വളരെ ഗൗരവമായി ഒരിക്കൽ കൂടി വായിക്കാൻ നിങ്ങൾക്കും എനിക്കും ലഭിച്ച ഈ അനുഗ്രഹം, തീർച്ചയായും ഇത് ദൈവം അവിടുത്തെ ഔദാര്യം നിറഞ്ഞ കരുണയിൽ ഒരുക്കിയ മഹത്തായ അനുഗ്രഹമാണെന്ന് നിങ്ങളോടൊപ്പം ഞാനും തിരിച്ചറിയുന്നു. നിങ്ങളെയും എന്നെയും നമ്മുടെ എല്ലാ യോഗ്യതകളുടെയും നടുവിൽ ദൈവം ഇത്തരമൊരു സാധ്യതയുടെ മനോഹാരിത തുറന്നു കാണിച്ച് മാടി വിളിച്ച് അവിടുത്തെ മധുരമൊഴികളുടെ ലാവണ്യം നുകരാനായി അവിടുത്തെ പക്കലേക്ക് വിളിച്ചതിന് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഈ വചന വായനാ യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം സഞ്ചരിച്ച നിങ്ങളുടെ നന്മയെ ഞാൻ അഭിനന്ദിക്കുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച്
നേരിട്ട് കാണുമ്പോൾ നമ്മൾ തമ്മിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ തിരുവചന വായന യാത്രയിൽ ഒരുമിച്ച് വന്നവരെന്ന നിലയിൽ മരണം വരെ നമുക്കിടയിൽ ഒരു ആത്മീയ ബന്ധം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പരസ്പരം പുണ്യപൂർണതയിൽ എല്ലാവരും വളരുന്നതിന്, പ്രാർത്ഥിച്ച് സഹായിക്കുന്നതിന് നമ്മളെ കുറെ കൂടി ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.